ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഒട്ടുക്കലത്തെ പണി കൊടുത്തു. അതായത് ബംഗ്ലാദേശിന് 0 ടാരിഫ്, അതുപോലെ ബംഗ്ലാദേശ് അമേരിക്കൻ കോട്ടൺ വാങ്ങുക 0 ടാരിഫിൽ. എങ്ങനെയാണത് ഇന്ത്യയെ എഫക്റ്റ് ചെയ്യുന്നത്? ഇതാണ് പ്രധാനം. അപ്പോൾ BJP-യുമായിട്ട് ചേരുന്ന സാബു ജേക്കബ് നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതായത് 2020 ഞാൻ കൃത്യമായിട്ടങ്ങ് പറയാം, ഈ വീഡിയോയിൽ കൂടിപ്പോയ 1 വർഷം കൂടെ കാണുകയുള്ളൂ സാബുവിൻ്റെ കിറ്റക്സ് അമേരിക്കൻ സ്പോട്ടിൽ. ആ സാധനം പോയി അടച്ചങ്ങ് കൂട്ടും. ഈ പറയുന്ന 18% വെച്ച് അദ്ദേഹം ഉണ്ടാക്കുന്ന ഈ തുണിത്തരങ്ങൾ അമേരിക്കൻ മാർക്കറ്റാണ് അയാളുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. അതാണ് അവിടെ മാത്രമാണ് ഇത് പോകുന്നത്. ബാക്കിയെല്ലാം തള്ളാണ്. അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുമ്പോൾ തള്ളായത്. ഈ സാധനം 1 വർഷം 1.5 വർഷത്തിൽ കൂടുതൽ പോകില്ല. ഈ തെലങ്കാനയിലുണ്ടാക്കിയ പ്ലാന്റ് പോലും അടച്ചു കൂട്ടും. അതിൻ്റെ കാര്യം എന്താ? ഈ സാധനം, ഇന്ത്യൻ സാധനങ്ങൾ ഈ 18% ഈ അമേരിക്കൻ ടാരിഫോടുകൂടി അവിടെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ 0 ടാരിഫിന് ബംഗ്ലാദേശിൽ നിന്ന് അമേരിക്കൻ കോട്ടൺ അത് വാങ്ങിയിട്ട് അവരത് ഗാർമെൻ്റായിട്ടും അപ്പാരൽസ് ആയിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ പോകുമ്പോൾ അപ്പോൾ കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ ബംഗ്ലാദേശി സാധനങ്ങൾ നമ്പർ 1 വരും. പിന്നെ ആരും ഈ സാധനം വാങ്ങും?